തിരുവനന്തപുരം ഐരൂരിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ മദ്യപിച്ചെത്തിയ KCB ജീവനക്കാർക്കെതിരെ കേസെടുത്തു. KCB സർവീസ് കേബിളിൽ നിന്നുണ്ടായ തീപിടുത്തം പരിഹരിക്കാനെത്തിയ ജീവനക്കാരാണ് മദ്യപിച്ചെത്തിയത്. പരാതി പിൻവലിക്കാതെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കില്ലെന്ന വാശിയിലാണ് KCB എന്ന് പരാതിക്കാരന്റെ ആരോപണം. രാഹുൽ ജീനാഥ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇത് ഒരു വല്ലാത്ത ഭീഷണിയാണല്ലോ. KCB-കാരുടെ പ്രഥമമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ജോലിയിലായിരിക്കുമ്പോൾ ഏത് ഉദ്യോഗസ്ഥരും ഏത് തരത്തിലുള്ള രീതിയിലായിരിക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമാവലിയിൽ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാശിയുള്ളത്. ഇപ്പോഴും അവിടെ വൈദ്യുതി ഇങ്ങനെ മുടങ്ങിക്കിടക്കുകയാണോ? എന്തെങ്കിലും നടപടിയാകുന്നുണ്ടോ? പക്ഷേ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് എല്ലാവരും ഈ രാജീവൻ എന്ന് പറയുന്ന ആളാണ് പരാതി നൽകിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവരും കിടന്നുറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ഈ KCB കേബിൾ ലൈനിൽ നിന്നും വലിയ തീ പടരുന്നത്. അയൽവാസിയാണ് വിളിച്ചു പറയുന്നത്. അത്തരത്തിൽ ഇവർ 7 പേരും വീട്ടിൽ നിന്ന് പേടിച്ച് ഇറങ്ങി ഓടുകയായിരുന്നു. ശേഷം KCB ജീവനക്കാരെ വിളിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് ഫയർഫോഴ്സിനെ വിളിക്കൂ എന്നാണ് പറയുന്നത്. അഗ്നിരക്ഷാസേനയെ വിളിക്കൂ എന്നാണ് അവർ മറുപടി പറയുന്നത്. അത്തരത്തിൽ ഇവരെത്തുന്നില്ല. പിന്നീട് കുറച്ചധികം സമയം കഴിഞ്ഞാണ് KCB ജീവനക്കാരെത്തുന്നത്. എത്തുമ്പോൾ അവർ മദ്യപിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അതായത് ഇവർ മദ്യപിച്ചെത്തി സ്വയം രക്ഷ നോക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നു. അത്തരത്തിൽ നാട്ടുകാർ ചോദ്യം ചെയ്തു. അങ്ങനെ നാട്ടുകാർ അസഭ്യം പറയുന്നു. അങ്ങനെ അയിരൂർ പോലീസിനെ നാട്ടുകാർ വിവരം അറിയിക്കുകയാണ്. അത്തരത്തിലാണ് അയിരൂർ പോലീസ് സ്ഥലത്തെത്തി ഇവരെ ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു. ശേഷം ആ പ്രദേശത്തെ മുഴുവൻ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് പോലും അയിരൂർ CI ഉൾപ്പെടെയുള്ള സംഘമാണ്. അത്തരത്തിൽ ഇന്നലെ 11 മണിക്ക് നടന്നതാണ്. അതിനുശേഷം ഇന്ന് 11 മണിയോട് അടുക്കുന്നു. അപ്പോൾ പോലും ആ വീട്ടിൽ പ്രത്യേകിച്ച് പരാതി നൽകി രാജീവനാണ് അയിരൂർ പോലീസിനെ വിളിച്ച് പരാതി നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 24 മണിക്കൂറോട് അടുക്കുമ്പോൾ പോലും കറണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നൽകിയ കേസ് പിൻവലിക്കാതെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കില്ല എന്ന നിലപാടിലാണ് KCB എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ KCBയും ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് വാർത്തയായതിനു പിന്നാലെ ഉടൻ തന്നെ സ്ഥാപിക്കാമെന്ന അറിയിപ്പ് മാത്രം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 24 മണിക്കൂർ നീണ്ട ഒരു വലിയ അനാസ്ഥയുടെ തെളിവാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ വെളിവാകുന്നത്. എന്തായാലും ആദ്യം തന്നെ പ്രശ്നം പരിഹരിക്കാൻ, അതായത് ഈ കേബിളിൽ നിന്ന് തീ പടരുന്നു, വലിയ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല. എത്തിയവർ മദ്യപിച്ചാണ് എത്തിയത്. ഇത് നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് 24 മണിക്കൂറോളം ഈ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് KCB സമ്മർദ്ദം ചെലുത്തുന്നതാണ് പരാതിക്കാരൻ പറയുന്നത്. എന്തായാലും വലിയ ഗൗരവകരമായ പ്രശ്നമാണ്. എന്തായാലും വാർത്തയായതോടുകൂടി KCB നൽകാമെന്ന വാക്കാൽ ഉറപ്പ് മാത്രം നൽകിയിട്ടുണ്ട്. അക്ഷയ, ശരി. സമീപകാലത്ത് തന്നെ രണ്ടാമത്തെ ഒരു പ്രതികാര മനോഭാവം KCB-യുടെ ഭാഗത്ത് ഉണ്ടായതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് കൈവശമുണ്ട്. അതുകൂടി കാണാം. ഇന്നലെ 11 മണിയോടുകൂടിയാണ് ഈ മീറ്റർ കത്തുന്നതും ഭയങ്കര പ്രശ്നമുണ്ടായി പുകയൊക്കെ വരുന്നതും. അത് എൻ്റെ വീട്ടിലെ നേരെ ഇതിനുള്ളൊരു ബേക്കറി കടക്കാരനാണ് കാണുന്നത്. അവൻ നമ്മളെ അറിയിക്കുകയും അവൻ ഉടനെ തന്നെ KCB അറിയിക്കുകയും ചെയ്തു. കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, നിങ്ങൾ പവർ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി നിലവിളിച്ചപ്പോഴത്തേക്കാണ് അവർ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ലൈൻമാന്മാർ വന്നു. അവർ നല്ല രീതിക്ക് മദ്യപിച്ചിട്ടാണ് വന്നത്. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഇവിടെ അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മളെ എന്താ ഫാൾട്ട് കൊണ്ട് നമ്മൾ ഇത് തീ വെച്ചാണൊക്കെയുള്ള ഒരു കംപ്ലൈൻറ്റ് പറയുകയും നമ്മളെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ അയിരൂർ സ്റ്റേഷനിൽ വിളിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് അവരെ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാനായിട്ട് കൊണ്ടുപോയി. അവരെ പേരിൽ FIR എടുത്തു. FIR എടുത്ത കേസ് വിഡ്രോ ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു നിലപാടിലാണ് KCB നിൽക്കുന്നതും. എന്നാൽ മാത്രമേ കേസ് വിഡ്രോ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഈ കണക്ഷൻ നമ്മൾ തരത്തുള്ളെന്നുള്ള ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്.